Welcome to the 11th session on functional analysis. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷണൽ അനലോഗ് ഓഫ് എൽ പി സ്പേസ്. ഓൾറെഡി നമ്മൾ എൽ പി സ്പേസ് എന്താണ് എന്ന് കണ്ടിട്ടുണ്ട്. എൽ പി സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ സീക്വൻസസ് set of all x element of R infinity or x element of K infinity. That is the best usage. Set of all sequences in K such that summation I equal to 1 to infinity absolute value of x of I to the power p is finite. ഇവിടെ നമ്മൾ ഒരു നോമും ഡിഫൈൻ ചെയ്തിരുന്നു, which is equal to summation norm of x I equal to 1 to infinity absolute value of x of I to the power p the whole power 1 by p. ഇതാണ് എൽ പി സ്പേസ്. ഇതിൻ്റെ ഒരു ഫങ്ഷണൽ അനലോഗാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെയുള്ളത് സീക്വൻസസ് ആണ്. സീക്വൻസസ് മീൻസ് ദേ ആർ ഫങ്ഷൻസ് ഓൺ നാച്ചുറൽ നമ്പേഴ്സ്. ആ ഓൺ നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ളതിന് പകരം ഫങ്ഷൻസ് ഓൺ എ ബിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇതിന് അനലോഗസ് ആയിട്ട് നമ്മൾ വേറൊരു നോമും അവിടെ ഡിഫൈൻ ചെയ്യാം. അതിന് ആദ്യം ഞാൻ സി എ ബി എന്നുള്ള സ്പേസ് കൺസിഡർ ചെയ്യാണ്. സി എ ബി. വാട്ട് is CAB? CAB means set of all functions from AB to K where f is continuous. Set of all continuous functions from AB to K ആണ് നമ്മൾ CAB എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് CAB യിലുണ്ടെങ്കിൽ if this is in CAB then എഫ് റേസ് ടു പി എന്ന് പറയുന്നതും സി എ ബിയിൽ ഉണ്ടായിരിക്കും. ഓർ മോഡ് എഫ് എന്ന് പറയുന്നത് സി എ ബിയിൽ ഉണ്ടായിരിക്കും. സോ മോഡ് എഫ് റേസ് ടു പി എന്ന് പറയുന്നതും സി എ ബിയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. മോഡ് എഫ് റേസ് ടു പി എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷൻസും റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. സോ ഇൻ്റഗ്രൽ എ ടു ബി മോഡ് എഫ് റേസ് ടു പി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ സി എ ബിയിലുള്ള ഏത് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രൽ എ ടു ബി മോഡ് എഫ് റേസ് ടു പി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞാനൊരു നോം സി എ ബിയിൽ ഡിഫൈൻ ചെയ്യാണ്. നോം പി ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി റേസ് ടു പി ഡി ടി ദ ഹോൾ പവർ 1 by p. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഞാൻ സി എ ബിയിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ സി എ ബി ടുഗെദർ വിത്ത് ദിസ് നോം നമ്മൾ അതിനെ സി പി ഓഫ് എ ബി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ വാട്ട് ഇസ് സി പി ഓഫ് എ ബി? ദിസ് ഇസ് സി എ ബി വിത്ത് ദിസ് നോം. ഓക്കെ, ഇനി അടുത്തതായിട്ട് അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്, അതുകൊണ്ട് അത് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. ദെൻ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമുക്ക് ഒരു കാര്യം അറിയാം, കണ്ടിന്യൂസ് ആണെങ്കിൽ റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. പക്ഷെ റീമാൻ ഇൻ്റഗ്രബിൾ ആവാൻ നമുക്ക് കണ്ടിന്യൂറ്റി നിർബന്ധമുള്ള കാര്യമല്ല. കണ്ടിന്യൂസ് അല്ലാത്ത ഫംഗ്ഷൻസും, ഫോർ എക്സാമ്പിൾ സ്റ്റെപ്പ് ഫംഗ്ഷൻസ്, യു ടേക്ക് എനി സ്റ്റെപ്പ് ഫംഗ്ഷൻ ഓൺ എ ബി, ഇറ്റ് ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആവണം എന്ന് നിർബന്ധമില്ല റീമാൻ ഇൻ്റഗ്രബിൾ ആവാനായിട്ട്. സോ ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ടേക്കിംഗ് ആർ പി ഓഫ് എ ബി. ഈ ആർ പി ഓഫ് എ ബിയിൽ ഞാൻ എടുക്കുന്നത് ഓൾ ഫങ്ഷൻസ് ഫ്രം എ ബി ടു കെ സച്ച് ദാറ്റ് ഇന്റഗ്രൽ എ ടു ബി മോഡ് എഫ് റേസ് ടു പി finite. If integral a to b mod f raised to p is finite, then I am taking f in the collection rp of ab. Okay, ഇവിടെ ഞാൻ വീണ്ടും rp of ab യിൽ നിന്ന് set of all real numbersലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, നോം p. ഈ ഫംഗ്ഷൻ നേരത്തെ പോലെ തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. norm p of f is equal to
ഞാനിതിനെ പേര് നോം ആ നൊട്ടേഷൻ അങ്ങനെ ആയതുകൊണ്ട് വിളിക്കുന്നേ ഉള്ളൂ. ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ a to b absolute value of f of t raised to p dt the whole power 1 by p. Okay, then നമുക്കറിയാം നോം പി ഓഫ് ഈ ഡെഫിനേഷൻ പ്രകാരം എല്ലാ എഫിനും ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ബിക്കോസ് എഫ് നമുക്ക് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എങ്ങനെ ആയാലും ഇഫ് വി ടേക്ക് അബ്സല്യൂട്ട് വാല്യൂ മോഡ് എഫ് എടുത്തു കഴിഞ്ഞാൽ ദെൻ അത് നോൺ നെഗറ്റീവ് ആയി. ടു ദ പവർ പി ഈസ് അഗെയിൻ നോൺ നെഗറ്റീവ്. സോ നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് കിട്ടുന്നത്. ദെൻ നോം പി ഓഫ് ലാംഡ എഫ് എന്നുള്ളതിനെ നമുക്ക് ഇന്റഗ്രൽ എ ടു ബി absolute value of lambda f of t raised to p dt the whole power 1 by p എന്ന് എഴുതാം. ഇതിന് നമുക്ക് മോഡ് ലാംഡ absolute value of lambda raised to p ഇവിടെ ഇന്റഗ്രാൻഡിൽ ഉണ്ട്. to the power 1 by p കൂടി ആവുമ്പോൾ we can write this as absolute value of lambda times norm fp. Then norm p of f plus g എന്ന് പറയുന്നത് less than or equal to norm p of f plus norm p of g എന്ന് നമ്മൾ ഓൾറെഡി മിങ്കോസ്കി ഇനീക്വാലിറ്റിയിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. മിങ്കോസ്കി ഇനീക്വാലിറ്റി ഇൻ ഫംഗ്ഷൻ സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഞാനിത് പ്രൂവ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇത്രയും പ്രോപ്പർട്ടീസ് നമുക്കിവിടെ കിട്ടി. ഇനി ഇത് നോം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു പ്രോപ്പർട്ടി ബാക്കിയുണ്ട്. സോ ഇഫ് എഫ് ഇസ് ഈക്വൽ ടു 0 അങ്ങനെയാണെങ്കിൽ മോഡ് എഫ് റേസ് ടു പി എന്ന് പറയുന്നത് 0 ഫംഗ്ഷൻ ആണ്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് 0 itself. സോ നോം പി ഓഫ് എഫ് 0 ആയിരിക്കും. Now what about the converse? Whether norm p of f equal to 0 implies f equal to 0. Okay, അതാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യണേ. അപ്പൊ അങ്ങനെയല്ല എന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ ഐ ആം ടേക്കിംഗ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സേ 1 അറ്റ് എക്സ് ഈക്വൽ ടു എ. ഏതന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു പോയിന്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫൈനൈറ്റ്ലി മെനി പോയിന്റ്സിലോ 1 എന്ന വാല്യൂ എടുക്കുക, ബാക്കിയുള്ളിടത്ത് 0 എടുക്കുക. So if x element of open A closed B, I am taking 0. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാ ഉണ്ടാവുക? ഇത് A, ഇത് B ആണെങ്കിൽ here I have a hole. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുഴുവനും അത് 0 ആണ്. Then A യിൽ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. സോ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത് ഇവിടെ 0 ആയിരിക്കും. ഇതാണ് എൻ്റെ എഫ് എങ്കിൽ മോഡ് എഫ് എന്ന് പറഞ്ഞാലും എഫ് തന്നെയാണ്. അതുപോലെ മോഡ് എഫ് റേസ് ടു പി എന്ന് പറഞ്ഞാലും എഫ് തന്നെയാണ് കിട്ടുക. ബിക്കോസ് 1 റേസ് ടു പി, 0 റേസ് ടു പി ഇതെല്ലാം സെയിം തന്നെയാണ്. ദെൻ ഇന്റഗ്രൽ എ ടു ബി മോഡ് എഫ് റേസ് ടു പി എന്ന് പറയുന്നത് എനിക്കിവിടെ കിട്ടും. ഇത് ഏരിയ അണ്ടർ ദ കർവ് ആണ്. ദിസ് ഇസ് സെയിം ആസ് ഇന്റഗ്രൽ എ ടു ബി എഫ്. എഫിന്റെ താഴെയുള്ള ഏരിയ എന്ന് പറയുന്നത് 0 ആണ്. സോ ഇഫ് ഇന്റഗ്രൽ എ ടു ബി മോഡ് എഫ് റേസ് ടു പി ഈസ് ഈക്വൽ ടു 0, അതിനെ നമ്മളൊരു ഹോൾ പവർ 1 ബൈ പി എടുത്താലും 0 തന്നെയാണ് അല്ലേ? ചുരുക്കി പറഞ്ഞാൽ നോം പി ഓഫ് എഫ് ഈക്വൽ ടു 0. ബട്ട് എഫ് എന്തല്ല? 0 ഫംഗ്ഷൻ അല്ല. ബിക്കോസ് എയിലെ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണല്ലോ. സോ എഫ് നോട്ട് ഈക്വൽ ടു 0. സോ ഇതൊരു നോം അല്ല. ആർ പി ഓഫ് എ ബിയിൽ ഞാൻ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ആള് it is not a norm because norm p of f equal to 0 implies and implied by f equal to 0 എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നത് ഇതാണ്. സോ ഞാനിപ്പോൾ ഇതിനൊരു പേര് കൊടുക്കാം, സ്റ്റാർ. സോ സ്റ്റാർ ഈസ് എ സെമിനോം on RP of AB. കഴിഞ്ഞ സെഷനിൽ നമ്മൾ സെമിനോംസിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, if E is a linear space and if P is a seminorm on E, then it induces a norm on E over kernel of P എന്ന് പറഞ്ഞിരുന്നു.
ഇവിടെ പിന്റെ സ്ഥാനത്ത് നോം പി ആണ്. അതുപോലെ ഇയുടെ സ്ഥാനത്ത് നമ്മുടെ കയ്യിലുള്ളത് ആരാ? ആർ പി ഓഫ് എ ബി. സോ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ നോം പി എന്ന് പറയുന്നയാള് ഇറ്റ് ഇൻഡ്യൂസസ് എ നോം this induces a norm on Rp of AB over kernel of norm P എന്ന് നമുക്ക് പറയാം. ഇനി ഈ ആർ പി ഓഫ് എ ബി ഓവർ കേർണൽ ഓഫ് നോം പി എന്ന് പറയുന്നതിലെ എലമെന്റ്സ് ദേ ആർ നോട്ട് ഫങ്ഷൻസ് ബിക്കോസ് ഇതൊരു കോഷ്യൻ സ്പേസ് ആണ്. കോഷ്യൻ ആർ പി ഓഫ് എ ബിയിലുള്ള ഒരു ഫങ്ഷൻസ് ആണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള സ്പേസ് എന്ന് പറയുന്നത് ആർ പി ഓഫ് എ ബി ഓവർ കേർണൽ ഓഫ് നോം പി എന്നുള്ളതാണ്. ഇറ്റ് ഇസ് ദ എലമെന്റ്സ് ഓഫ് ദിസ് linear space are not functions. They are cosets of functions. So suppose we have f1 and f2 in Rp of AB. ഇവർ രണ്ടുപേരും Rp of AB ഉള്ളവരാണ്. And class of f1 equal to class of f2 ആണ് എന്ന് വിചാരിക്കുക. If class of f1 equal to class of f2, we can say that f1 minus f2 എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവണം? കേർണൽ ഓഫ് നോം പിയിൽ ഉണ്ടാവണം. So this means integral a to b absolute value of f1 minus f2 raised to p എന്ന് പറയുന്നത് 0 ആണ്. The whole power 1 by p equal to 0. Therefore അവിടെ raised to 1 by p ഇല്ലെങ്കിലും that is equal to 0. അപ്പോൾ നമ്മൾ ഓൾറെഡി മെഷറിൽ പഠിച്ചിട്ടുണ്ട്. റിയൽ 2 കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദിസ് ഹാപ്പൻസ് ഇഫ് f1 equal to f2 almost everywhere എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ f1 equal to f2 except at a non-essential set. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ഈ കോഷ്യൻ സ്പേസ് ആർ പി ഓഫ് എ ബി ഓവർ കേർണൽ ഓഫ് നോം പിയിൽ നമുക്കൊരു നോം കിട്ടി വിച്ച് ഇസ് ഇൻഡ്യൂസ്ഡ് ബൈ ദിസ് നോം പി. സോ ഇതുവരെയുള്ള ഭാഗങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ, അതായത് 5th സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആ 5th സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ്നെസ് ആൻഡ് കംപ്ലീഷൻ. എന്താണ് കംപ്ലീറ്റ്നെസ്, എന്താണ് കംപ്ലീഷൻ, ഇതൊക്കെയാണ് നമ്മൾ അടുത്ത സെക്ഷനിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇതുവരെയുള്ള എല്ലാ ഭാഗങ്ങളും അപ്ഡേറ്റഡ് ആയിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.